മണിമുല്ല പ്ലാന്റ്സ് മുട്ടിടുന്ന സമയമാണത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ മണിമുല്ല പൂവിടും. എന്താണ്ടോ എൻ്റെ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ബ്രാഞ്ചിൽ മൊത്തം ഇവിടെ നിന്ന് അറ്റത്തോട്ട് ഈ അറ്റം വരെ മുട്ടാണ്. മണിമുല്ല പൂ മുട്ടിട്ടേക്കാണ് അറ്റം വരെ. ചെറുതായിട്ട് കാണുന്നുണ്ടോ മുട്ട് അറ്റം വരെ മുട്ടാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ മുട്ടിട്ടിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ നിറയെ മുട്ടിട്ട് നിൽക്കുക. ഇനി അങ്ങോട്ട് മണിമുല്ലയുടെ വസന്തകാലമാണ്. മണിമുല്ല വസന്തം നിറയെ മുട്ടിട്ട് നിൽക്കുക. അതിൻ്റെ ഈ അപ്പുറത്തെ വീട്ടിലെ മാവുമ്മലേക്കൊക്കെ നിറയെ ഇങ്ങനെ പടർന്ന് കയറിയേക്കാം. കണ്ടോ, കുറേ ഉണ്ട് മണിമുല്ല നല്ലപോലെ പടർന്ന് കയറിയിട്ട് നിറച്ച് മുട്ടിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇനി ഇത് വിരിയുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി അറിയുള്ളൂ. ഇത് കണ്ടോ, ഒരു ചെറിയ കൊമ്പ് മാവുമ്മലേക്ക് പടർന്ന് കയറിയിട്ട് അതിൽ ബ്രാഞ്ചസായി നിറച്ച് മുട്ടിട്ട് നിൽക്കുക. അപ്പം മണിമുല്ല വാങ്ങിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വെച്ചാൽ മസ്റ്റായിട്ട് എല്ലാവരും മണിമുല്ലയുടെ പ്ലാന്റ്സ് വാങ്ങിച്ച് നടണം കേട്ടോ. അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലൊന്ന് കമൻ്റായിട്ട് ഇട്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കൊമ്പുകളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ആ കൊമ്പുകളൊക്കെ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മളുടെ അടുപ്പം വെച്ച് പൂജ ഒരു കൊമ്പ് വരും. അപ്പോൾ ഞാനിവിടെ കുത്തിപ്പിടിപ്പിച്ചേക്കുന്നതെന്ന് ഓരോരുത്തർക്ക് കൊടുക്കാറുണ്ട്, ആവശ്യക്കാർക്ക് കേട്ടോ. പക്ഷെ ഇത് ആവശ്യമില്ലാത്തവരായിട്ട് ആരും ഇല്ല, അതാണ് പ്രശ്നം. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എൻ്റെ. ഇതെന്തായാലും വെട്ടി നിർത്തണം. ഇത്രയുണ്ട്. ഈ പൂക്കാലം കഴിഞ്ഞാൽ ഉടനെ വെട്ടി നിർത്തും. ഞാൻ എല്ലാ കൊല്ലവും വെട്ടി നിർത്തിയിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ബ്രാഞ്ചസായിട്ട് വരും. ഒരുപാട് ബ്രാഞ്ചസായിട്ട് എന്നാൽ വെട്ടിയാൽ ഇതേപോലെ ഒരുപാട് ബ്രാഞ്ചസും പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കൊഴിവാല് പോലെ പോകും ഇങ്ങനെ. വെട്ടി നിർത്തുന്നോളും കണ്ട എന്തൊരു രസം നോക്കിയാൽ മുട്ട് കാണാൻ തന്നെ. പക്ഷെ ഇത് വിരിയാനായിട്ട് ഒത്തിരി സമയം എടുക്കും കേട്ടോ. നമ്മൾ വിചാരിക്കും മുട്ട് കാണുമ്പോൾ അടുത്ത ആഴ്ച വിരിയത്തില്ല. അപ്പോൾ എല്ലാവരും കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണേ. ബൈ.